എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു കഫേയിലാണ്, അതായത് ചെറിയൊരു റെസ്റ്റോറൻറ്റ് കഫേയിലാണ്. അതായത് 30-ൽ പരം സ്നാക്സുകൾ, പലഹാരങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഒരു ചെറിയൊരു കഫേയാണ്. അതിനോടൊപ്പം തന്നെ നല്ല ചായ, പലതരം വെറൈറ്റി ചായകളൊക്കെ കൊടുക്കുന്ന ഒരു കഫേയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ മണിയേട്ടൻ. അപ്പോൾ മണിയേട്ട, എത്ര മണിക്കാണ് നമ്മളെ ഈ കഫേ സ്റ്റാർട്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യാം? 2 മണിക്ക് ഓപ്പൺ ആകും. എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. 2 മണിക്ക് ഓപ്പൺ ആവും. രാവിലെ ഒരു 6 മണി പോലെ സ്റ്റാർട്ടിങ് പ്രിപ്പറേഷൻ തുടങ്ങും. അതായത് ഇവിടെ വരവ് സാധനമൊന്നുമില്ല, എല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാതും നിങ്ങൾ ഇവിടെ കുക്ക് ചെയ്യുന്നതാണ്, നിങ്ങളെ ഓൺ റെസിപ്പി. ബന്ന് മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുള്ളൂ, ബാക്കി എല്ലാതും ഓൺ പ്രിപ്പറേഷൻ ആണ്. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? 9-9:30 രാത്രി 9-9:30 വരെ ഉണ്ടായിരിക്കും. എത്രത്തോളം പലഹാരങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും? 30 മിനിമം ദിവസം എന്തായാലും ഒരു 30 ദിവസം ഉണ്ടാവും. 4-3 ഡെയിലി ചേഞ്ച് ആയി വരും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇതിപ്പോ ഫസ്റ്റത്തെ ഇത് ഏതായിട്ടത്? ഇത് മുട്ടപ്പെരട്ടി. മുട്ടപ്പെരട്ട്, കോഴിമുട്ട മസാലയിട്ട് വെറുതെ വന്ന് ബോയിൽ ചെയ്തിട്ട് ഒരു എണ്ണയിലിട്ട് വെറുതെ കലക്കിയത്. പുറമത്തെ മസാല മാത്രമേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് വരുന്നത് കാടമുട്ട ഇതേപോലെ തന്നെ മസാല വരട്ടിയത്. പിന്നെ ചെന മസാല, അത് നമ്മളെ കടലല്ലേ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. പിന്നെ ഇത് മുട്ട ചമ്മന്തി, ഒരു വെറൈറ്റി ആണ്. ഇവിടെ മാത്രമേ ഉള്ളൂ, എടപ്പാൾ സാധനം ഉള്ളൂ. ഇത് ചമ്മന്തി, തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ, ഇതിൽ പകുതി മുട്ടയും അതിനുള്ളിൽ തേങ്ങ ചമ്മന്തി ചെയ്തിട്ട് പിന്നെ കവർ ചെയ്തെടുക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ പൈനാപ്പിൾ ബജ്ജി വേറെ എവിടെയും കണ്ടിട്ടില്ല. മുളക് കിട്ടിയില്ല, മുളകില്ല, അതുകൊണ്ട് പൈനാപ്പിൾ അടിച്ചു. പൈനാപ്പിൾ ബജ്ജി. പിന്നെ വെറൈറ്റി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മുളക്, സുർക്കയിലിട്ട മുളകില്ല, സുർക്കയിലിട്ട മുളക്. ഇത് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ഏതിന്റെ കൂടെ നമുക്ക് എടുക്കാം. പിന്നെ ഈ ഐറ്റം ഏതാണ്? മുട്ട ബജ്ജി, നമ്മളെ നോർമൽ ആയിട്ട് വരുന്ന മുട്ട ബജ്ജി. ഇത് നമ്മളെ കായ വെച്ച്. പിന്നെ ഈ ഒരു ഐറ്റം ഇത് ചില്ലി പഴംപൊരി, ഇതിവിടെ വെറൈറ്റിയാണ്. ചില്ലി പഴംപൊരി തന്നെ ചുവന്ന മുളകിന്റെ പൊടി ക്രഷ്. വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളെ വടാപ്പാവ്, നോർത്ത് ഇന്ത്യൻ വടാപ്പാവ്, മസാല പോണ്ട. അത് നമ്മൾ കേരള സ്റ്റൈലാണ്, നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണ്, കേരള ടേസ്റ്റിലാണ് വരുന്നത്. പിന്നെ ചിരിമുട്ട അല്ലേ, അതായത് ഇത് നമ്മളെ ചിരിമുട്ട ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇതിന്റെ എല്ലാ പ്രിപ്പറേഷൻസും ഇവിടെ വരും. ഈ വടാപ്പാവിന്റെ ബെന്ന് മാത്രമേ നമ്മൾ പുറത്തുനിന്ന്. ചിരിമുട്ട ഇത് എങ്ങനെ ഇതിന്റെ ടേസ്റ്റ്? എരിവ് കൂടുതലാണ്, എരിവ് നോർമലാ വരും. ഈ മുട്ട ചെറിയ മസാല ടേസ്റ്റ് വരുന്നത്. ഇത് സാധാ പക്കവട. അപ്പൊ ഇത് വരുന്നത് നമ്മളെ പക്കവട. പിന്നെ നമ്മളെ സമൂസ ഉണ്ടല്ലോ അല്ലേ? സമൂസ ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്. പിന്നെ സീസൺ സമൂസ ഉണ്ടാവും, കൂന്തല്, ചെമ്മീന്, എരുന്ത് പറഞ്ഞ കക്ക. എരുന്ത് നമ്മൾ പറഞ്ഞാൽ. അപ്പൊ ദിവസം ഓരോ ഐറ്റം ആയിരിക്കും. ഇപ്പൊ ഇന്ന് ചിക്കൻ ആണെങ്കിൽ നാളെ ബീഫായിരിക്കും. അല്ല, 3 സമൂസ ഉണ്ടാവും. അത് എന്തൊക്കെ സമൂസ ഉണ്ടാവുക? ബീഫും ചിക്കനും വെജിറ്റബിളും. അല്ലാത്ത ദിവസങ്ങളിൽ എന്തൊക്കെ? സീസൺ അനുസരിച്ച് കക്ക ഉണ്ടായിരിക്കും, കക്ക സമൂസ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സമൂസ, പല വെറൈറ്റി സമൂസകൾ ഇപ്പൊ നമ്മളിവിടെ ഉണ്ട്. പിന്നെ ഇത് കട്ട്ലൈറ്റ് ഇല്ലേ, ആട്ടിന്റെ ചിക്കനും ബീഫും കട്ട്ലൈറ്റ് വരുന്നത്. ഓക്കെ, ബീഫ് കട്ട്ലൈറ്റ്, ചിക്കൻ കട്ട്ലൈറ്റ്. ഇത് നമ്മളെ ബീഫ് സമൂസ അല്ലേ? ബീഫ് സമൂസ. ഓക്കെ. പിന്നെ ഇതെന്താണ്? ഇറച്ചിപ്പത്തിരി, ബീഫും ചിക്കനും ഉണ്ടാവും. അപ്പൊ ഇറച്ചിപ്പത്തിരി എന്ന് പറയുമ്പോ അതിന്റെ ഉള്ളില് നമ്മളെ ഇറച്ചി, ചിക്കന്റെ ബീഫിന്റെ മസാല അതിന്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്ത് കീമ ആക്കിട്ടാ ഡ്രൈ ആയിട്ട് അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും. അതിൽ ഫില്ല് ചെയ്ത് വരുന്നു. പിന്നെ നമ്മളെ സമൂസ, വെജ് സമൂസ. പിന്നെ ഇത് ചിക്കനിൽ. ഇത് ഇറച്ചിപ്പോള.
ഇതിൽ ചിക്കൻ നോർമലായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ പാല്, മൈദ, കോഴിമുട്ട, സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത്. ഇത് ആവിയിൽ വേവിക്കുന്ന ആവിയിൽ. അപ്പൊ ആവിയിൽ വേവിക്കുന്ന ആ പലഹാരങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അടുത്ത് നമ്മളെ വരുന്നത് സാൻഡ്വിച്ച്. അതേതാ? ചിക്കൻ സാൻഡ്വിച്ച് ആണ്. പിന്നെ ഇത് ചട്ടിപ്പത്തിരിയിലെ ബീഫ് 7 ലെയർ ഉണ്ടാവും. ഓരോ ലെയറിനും ചിക്കനാണെങ്കിൽ ചിക്കൻ, ലെയർ ചെയ്തിട്ട് ഓ ആവിയിൽ വേവിക്കുന്ന. പിന്നെ നമ്മള് സാധാ നമ്മളെ ബോണ്ട, മധുരമുള്ള ബോണ്ട. പൊരിച്ച പത്തിരി, ടയർ പത്തിരി, പൊരിച്ച പത്തിരി പല സ്ഥലങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നത്. ചിക്കൻ റോള്. പിന്നെ പഴനിറവ്. അത് നമ്മളെ മലബാറുകാരുടെ മെയിൻ ഐറ്റമാണ് പഴനിറവ്. ഇത് നമ്മളെ മലബാർ ഏരിയയിൽ മാത്രമാണ് പഴനിറവ് കണ്ടിട്ടുള്ളത്. ബാക്കി പഴംപൊരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും. പഴനിറവ് കിട്ടണമെങ്കിൽ മലബാർ ഏരിയയിൽ വരണം. പിന്നെ വരുന്നത് മോമോസിലെ മോമോസ് ചിക്കനും ഉണ്ട്, വെജിറ്റബിളും ഉണ്ടാവും. മാറി വരുമോ? മിക്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ മോമോസ്, പുഴുങ്ങിയെടുക്കുന്ന മോമോസാണ്. പിന്നെ ഇത് നമ്മളൊരു പഴംപൊരിയിലെ പഴംപൊരി. ഇവിടുത്തെ എല്ലാ ഐറ്റംസിനും ഒരു വെറൈറ്റി ലുക്കും വെറൈറ്റി ഇതാണല്ലോ. അതെന്താ സംഭവം? കലർപ്പില്ല. പിന്നെ നിങ്ങളെ റെസിപ്പി മറ്റുള്ള കടകളിലെ അപേക്ഷിച്ച് വ്യത്യാസം ഉണ്ടാവണം അല്ലേ? ഉണ്ടാക്കുന്ന രീതിയും അതിൽ ഉപയോഗിക്കുന്ന കൂട്ടും വ്യത്യാസം ഉണ്ട് അല്ലേ? ഒന്നും ഉണ്ടാവില്ല. ലൈവ് കിച്ചൺ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ഏട്ടൻ ചായ അടിക്കുന്നുണ്ട്, അവിടെ അതാ പക്കവട ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാതും പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും അധികം കുട്ടികളിലും ഇവിടെ എല്ലാവരും ക്രൗഡ് വരുന്നതില്ലേ. പിന്നെ ഇത് നമ്മളെ പരിപ്പുവട, വലിയ പരിപ്പുവട, ചെറിയ പരിപ്പുവടയുണ്ട് അല്ലേ? വലിയ പരിപ്പുവടയുണ്ട്, ചെറിയ പരിപ്പുവടയുണ്ട്, ഉള്ളിവടയുണ്ട്. മണിട്ടപ്പോ നമ്മളിപ്പോ കാണാത്ത ഐറ്റംസുകൾ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? കാണാത്ത ഐറ്റംസ് സമൂസ ഐറ്റംസിലെ കൂന്തളിന്റെ സമൂസ, ചെമ്മീൻ സമൂസ, എരുന്ത് സമൂസ, പിന്നെ കിളിക്കൂട്, ഏലാഞ്ചി. അത് നമ്മളെ മലബാർ ഏരിയയിൽ കാണുന്ന ഏലാഞ്ചി. പിന്നെ നമ്മളെ ഫലാഫില്ലേ, അത് ഗൾഫ് ഐറ്റം, അതും ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് ഓരോ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മാറി വന്നുകൊണ്ടിരിക്കും. ഈ സമൂസകളാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഐറ്റംസ് ആയിട്ട് കണ്ടുള്ളത് അല്ലേ? അത് ഓരോ ഫിഷസുകൾ ഫ്രഷ് കിട്ടുന്നതിനനുസരിച്ച് ഇവിടെ വരും. അപ്പൊ ഈ കണ്ട സാധനങ്ങൾ ഡെയിലി എന്തായാലും ഉണ്ടാവും. തുടങ്ങുന്നുണ്ട്, കപ്പ ബീഫ് മിക്സ് തുടങ്ങുന്നുണ്ട്, കുത്തിപ്പരി പോലെയൊക്കെ. പിന്നെ ഇവിടെ എത്ര വെറൈറ്റി ചായകളുണ്ട്? ചായ, മസാല ചായ ഉണ്ട്, പിന്നെ ലെമൺ ടീ ഉണ്ട്. അതെ, പിന്നെ ബൂസ്റ്റ് അങ്ങനെ ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഇവിടെ മമ്മൂട്ടിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. മമ്മൂട്ടിക്ക, ഇപ്പോൾ ഈ ഷോപ്പിലെ സ്നാക്സുകളും ചായനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങളൊരു സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ പോകാറുണ്ട്. ഭക്ഷണം കഴിക്കാറുണ്ട്, ചായ കുടിക്കാറുണ്ട്, സ്നാക്സ് കഴിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട്. നിങ്ങളെ സ്ഥലം ലൊക്കേഷൻ എവിടെയാണ്? പെരുമ്പാവൂരാണ്. അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലൂടെ പോകുമ്പോൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? ഇവിടെ കുറച്ച് പേര് നമ്മളിവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരോട് നമുക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. പേരൊന്ന് പറയാമോ? ശ്യാം. ഇവിടെ നിന്നാണോ ഭക്ഷണം കഴിക്കാറ്? എപ്പോഴേലും ഒരിക്കൽ വരുമ്പോൾ. ഇവിടെ പഠിക്കണോ? വർക്ക് ചെയ്യണം. എന്താണ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റിയുള്ള അഭിപ്രായം? കുഴപ്പമില്ല. പേരെന്താ? സൂരജ്. പഴംപൊരി അന്ന് ഓർഡർ ചെയ്തില്ലേ? അടിപൊളിയാണല്ലേ? പിന്നെ വിഷ്ണു, സമൂസ. ഇവിടെ വരാറുണ്ടോ ഇടയ്ക്ക്? പേര്? എങ്ങനെയുണ്ട് ഇവിടുത്തെ പലഹാരങ്ങളെ പറ്റിയിട്ട്? അടിപൊളിയാണ്. ഇതെന്താ ഇത് സർബത്ത്? ഇവിടുത്തെ പലഹാരങ്ങളെ പറ്റിയുള്ള അഭിപ്രായം? തിരക്കാണ്. 30-ൽ പരം ഐറ്റംസ് ഉണ്ട്. നമുക്ക് നമ്മളെ ഇതിനനുസരിച്ച് ചോയ്സ് അനുസരിച്ച് തിരഞ്ഞു നോക്കി എടുക്കാം. ഇപ്പം ഇന്നിപ്പോൾ സമൂസ കഴിക്കണമെന്നുണ്ടെങ്കിൽ സമൂസ കഴിക്കാം. ഇവിടെ വന്നിട്ട് മൂഡ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ? അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പൊ മണിയേട്ടാ, ഇത് ഈ 3 ഐറ്റംസുകളൊക്കെ എന്തൊക്കെയാണ് സംഭവം? ഇത് പുതിന ചട്നി. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഇത് എടുക്കാം. ഏത് ചട്നി വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇത് പുതിന ചട്നി, ഇത് മയോണൈസ്, എഗ്ലെസ്സാ? പ്യുവർ വെജ് മയോണൈസ്.
പിന്നെ ഇത് നോർമൽ ഓണിയൻ ചട്നി. നമ്മളെ എരിവുള്ളത് കാര ചട്നി എന്നൊക്കെ പറഞ്ഞ പോലെ എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ചട്നി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്നാക്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ 3 ചട്നിയും നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരാൾ 2 കവർ നിറച്ച് സ്നാക്സ് ടേക്ക് അവേ പാർസൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 കവറൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടുത്തെ നല്ല രീതിയല്ലോ ഇവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ. പേരെന്താണ്? നാഷിഫ്. വീടെവിടെ? എടപ്പാൾ തന്നെയാണ്. എന്താണ് ഇവിടുത്തെ ഈ പലഹാരങ്ങളെ പറ്റി നിങ്ങളെ സത്യസന്ധമായ അഭിപ്രായം? വളരെ ഹൈജീനാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്ഥിരം മേടിക്കുന്നതാണ്, പാഴ്സൽ കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ തന്നെ കഴിക്കാറുണ്ട്. അത് നല്ലൊരു ചായ സ്പോട്ടാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. 2 പേര് ഇപ്പോൾ ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പേരെന്താണ്? എന്താണ് ഇപ്പോൾ ഈ കടയിലെ സ്നാക്സും ചായനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് സ്നാക്സ് ഉണ്ട്, വെറൈറ്റി സാധനങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എടപ്പാട് വരുന്ന ടൈമിൽ ഇവിടെ തന്നെ കഴിക്കാറ്. എന്തായാലും നല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഫസ്റ്റ് ടൈം ആയപ്പോൾ എന്താണ് ഇതിന്റെ ശരിക്കും റിയൽ ആയിട്ടുള്ള അഭിപ്രായം നമുക്ക് കേൾക്കാം. അടിപൊളിയാണ്. ഇന്ന് മിന്റ് ടീ ആണല്ലേ? മിന്റ് ടീ ആണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സ്നാക്സോ? ചില്ലി പഴംപൊരിയാണ്. ഒരു വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നമുക്ക് മറ്റുള്ളവർക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? ഇവിടെ ഒരു മാഡം ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചായയുടെ റിയൽ ആയിട്ടുള്ള അഭിപ്രായം നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം. നമസ്കാരം മാഡം. പേരെന്താണ് മാഡത്തിൻ്റെ? ബിന്ദു. ഓക്കെ. ഇവിടെ നിന്നാണോ ചായ കുടിക്കാറ്? ഇവിടെ വരാറുണ്ട്. ചായയുടെ അഭിപ്രായം എന്താണ്? ആ ചിരിയിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഭയങ്കര രസമുള്ള ചായയാണ്. ഞാൻ ചായ കുടിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് വരാറുണ്ട്. അങ്ങനെ എല്ലാ ചേരും ചായക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഒരു വെള്ളം അല്ലല്ലോ, ഒരുവിധം എല്ലാ ചേരുവകളും ഉണ്ടാവാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്. സ്നാക്സുകളെ പറ്റിയുള്ള അഭിപ്രായം? പൊരിക്കടികൾ എനിക്ക് അധികം ഇഷ്ടമല്ല. എന്റെ ഒപ്പം എന്റെ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട്. എടുക്കാനായിട്ടൊക്കെ വരിക, പക്ഷെ എല്ലാം ട്രൈ ചെയ്തിട്ട് പോവാം. കുറെ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാലോ അല്ലേ? ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ മക്കൾക്കും കുട്ടികളും വരാറുണ്ട്, എന്റെ കുട്ടികളും വരാറുണ്ട്. അപ്പൊ ഇവിടുന്ന് പാർസൽ ഉണ്ടാവാറുണ്ട്. ഞാൻ വരെ അറിയും ചെയ്യാം. നല്ല കടിയാണ്. എല്ലാവരും വരിക, ഭക്ഷണം കഴിക്കുക, ചായ കുടിക്കുക, പോകും. എല്ലാത്തിനും ടേസ്റ്റ് ഒന്ന് എല്ലാവരും ഇവിടെ വന്നിട്ടൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, താങ്ക്സ്. അപ്പോൾ നമ്മളെ കഫേയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോകുമ്പോൾ ചങ്ങരംകുളം കഴിഞ്ഞിട്ട് എടപ്പാൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എടപ്പാൾ റിലയൻസ് ട്രെൻഡ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ കഫേ വരുന്നത്. വൈകുന്നേരത്തെ ചായ എന്നാണ് നമ്മളെ കഫേയുടെ പേര്. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. അത് ഉച്ചയ്ക്ക് ഒരു 3 മണി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. രാത്രി ഏകദേശം ഒരു 9 മണി വരെ ഉണ്ടായിരിക്കും. അപ്പോൾ വെറൈറ്റി നമ്മുടെ മലബാർ ഏരിയയിലെ വെറൈറ്റി സ്നാക്സുകൾ, പലഹാരങ്ങൾ കഴിക്കാനും കാണാനും കഴിക്കാനും ആഗ്രഹമുള്ള ആളുകൾ നേരെ ഇങ്ങോട്ട് വരിക. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.